അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ പിൻവാങ്ങി. ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിൻ്റെ എതിരാളി ബൈഡൻ തന്നെയായിരിക്കും എന്നാണ് എല്ലാവരും കണക്കുകൂട്ടിയത്. ട്രംപും ബൈഡനും തമ്മിൽ ഒരു മത്സരം നടക്കുമ്പോൾ വീണ്ടും അത് എങ്ങനെ വരും എന്ന് എല്ലാവരും ഉറ്റുനോക്കുകയായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്നൊരു ഘട്ടത്തിലാണ് ബൈഡൻ താൻ പിന്മാറുകയാണ് എന്ന് വ്യക്തമാക്കിയത്. ആദ്യഘട്ടത്തിൽ ഈ ഡിബേറ്റുകളിലെല്ലാം ബൈഡൻ്റെ പ്രകടനം വളരെ മോശമായിരുന്നു. പ്രായാധിക്യവും ആരോഗ്യവുമൊക്കെ ആ 80കാരനെ പ്രയാസപ്പെടുത്തിയിരുന്നു എന്ന് ആ ഡിബേറ്റുകളിൽ നിന്ന് വ്യക്തമായിരുന്നു. അദ്ദേഹം പലപ്പോഴും പതറുന്നതും ഇടറുന്നതുമൊക്കെ ഈ പ്രസംഗത്തിനിടയിൽ ആളുകൾക്ക് കാണാമായിരുന്നു. അതൊക്കെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കും എന്ന ആശങ്കകൾ ആദ്യഘട്ടം തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും താൻ ഈ തെരഞ്ഞെടുപ്പിൽ തുടരും എന്ന് ബൈഡൻ പ്രഖ്യാപിക്കുന്നതായാണ് പൊതുവെ കണക്കാക്കിയിരുന്നത്. എന്നാൽ പിന്നീട് സാഹചര്യം കൂടുതൽ മോശമായി എന്ന് വേണം കരുതാൻ. ഒടുവിൽ അദ്ദേഹത്തിന് കോവിഡും ബാധിച്ചു. അതോടുകൂടി ആരോഗ്യം നല്ലോണം ബുദ്ധിമുട്ടിലായി. അങ്ങനെ ബൈഡൻ ഇപ്പോൾ താൻ ഇനി മത്സരത്തിന് ഇല്ല, താൻ പ്രസിഡൻ്റായിരിക്കുന്ന ബാക്കിയുള്ള കാലാവധി നല്ല രീതിയിലുള്ളൊരു ഭരണം കാഴ്ചവെക്കാൻ അതിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഇനി പിന്മാറാം തെരഞ്ഞെടുപ്പിൽ നിന്ന് എന്ന നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. കമല ഹാരിസ് എന്ന അമേരിക്കയുടെ വൈസ് പ്രസിഡൻറ്റിനെയാണ് അടുത്ത പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി താൻ നിർദ്ദേശിക്കുന്നത് എന്നും ജോ ബൈഡൻ പറയുന്നു. 2020 വൈസ് പ്രസിഡൻ്റായി കമല ഹാരിസിനെ ബൈഡൻ കണ്ടെത്തുന്നത്. കമല ഇന്ത്യക്കും പ്രിയപ്പെട്ടയാളാണ്. ഇന്ത്യൻ വേരുകളുള്ള ഒരു വ്യക്തിയാണ് കമല ഹാരിസ്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ കമലയുടെ വിജയം നമ്മുടെ രാജ്യം വലിയ ഗൗരവത്തോടുകൂടി നോക്കിക്കാണുകയാണ്. ഈ ശ്യാമള ഗോപാലൻ ഹാരിസ് എന്ന തമിഴ്നാട്ടുകാരിയുടെ മകളാണ് കമല. തനിക്ക് ഇഡ്ഡലി ഇഷ്ടമാണ് എന്ന് കമല പറഞ്ഞതൊക്കെ ഇന്ത്യൻ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. ഒപ്പം അവർ ഇന്ത്യൻ വംശയായ ഒരു അഭിനേത്രിക്ക് ഈ മസാല ദോശ ഉണ്ടാക്കി കൊടുത്തതും വലിയ തോതിൽ അന്ന് വാർത്താമാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരുന്നു. സ്വാഭാവികമായും ഇന്ത്യൻ വംശജരായിട്ടുള്ള ആളുകൾ വിദേശ രാജ്യങ്ങളിൽ അവിടുത്തെ പ്രധാന വ്യക്തികളായി മാറുന്നത് നമുക്ക് അഭിമാനമുള്ള ഒരു കാര്യമാണ്. ഋഷി സുനക്കിൻ്റെ നേട്ടം ബ്രിട്ടനിൽ നമ്മൾ വല്ലാതെ ആഘോഷിച്ചവരാണ്. പക്ഷേ ബ്രിട്ടനിൽ ഋഷി സുനക്കിന് പിന്നീട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായിട്ടില്ല. ഏതായാലും അമേരിക്ക അപ്പോൾ അവിടെ ഒരു ഇന്ത്യൻ വംശജ നമ്മുടെ ശ്യാമള ഗോപാലൻ ഹാരിസിൻ്റെ മകൾ കമല ഹാരിസ് അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ അതൊരു പുതിയ ചരിത്രം കൂടിയാവുകയാണ്. ഒരു വെള്ളക്കാരിയല്ലാത്ത ഇന്ത്യൻ വംശജ ആഫ്രിക്കൻ അമേരിക്കൻ വേരുകൾ കൂടിയുള്ള കമല അങ്ങനെ അമേരിക്കയുടെ ഒരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റായി വരുമ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഒക്കെ ഒരു നിമിഷമാണ്. ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾ ഇനി എങ്ങനെ ഉരുത്തിരിയും എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ഉറ്റുനോക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിക്കുകയും പുടിനുമായി അദ്ദേഹത്തിൻ്റെ ബന്ധം വ്യക്തമാക്കുന്ന തരത്തിൽ ഉള്ള പ്രഖ്യാപനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അമേരിക്ക ഇനി ഇന്ത്യയെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന ചോദ്യം അവിടെ ഉയർന്നിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ പുടിനോട് ആവശ്യപ്പെടണമെന്നൊക്കെ അന്ന് അമേരിക്കയിലെ നേതാക്കൾ പ്രഖ്യാപനങ്ങൾ മോദിയോടെന്ന തരത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇനി ഇന്ത്യ US ബന്ധം ഏത് തരത്തിൽ മുന്നോട്ട് പോകും, പ്രത്യേകിച്ച് ഈ വാണിജ്യ മേഖലയിലുള്ള ബന്ധം എങ്ങനെ ശക്തിപ്പെടും എന്നതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ബൈഡനില്ല. ട്രംപ് ഈ തെരഞ്ഞെടുപ്പിൽ അതിവേഗം മുന്നേറുകയാണ് എന്ന് ചില സർവേ ഫലങ്ങളൊക്കെ വരുന്നുണ്ട്. നേരത്തെ ഇതിൻ്റെ പരിശോധനകൾ നടന്നപ്പോൾ മിഷിഗണിൽ 49% ആളുകൾ ഡൊണാൾഡ് ട്രംപിനെയാണ് പിന്തുണച്ചിരുന്നത്. 42% പിന്തുണ മാത്രമേ അവിടെ ബൈഡൻ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ഉള്ള വിവരങ്ങൾ പുറത്തു വന്നു. അങ്ങനെ പലയിടങ്ങളിലും സർവേ ഫലങ്ങളൊക്കെ ബൈഡന് അത്ര കണ്ട് അനുകൂലമായിരുന്നില്ല. അപ്പോഴാണ് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ വൈസ് പ്രസിഡൻറ്റ് സ്ഥാനാർത്ഥി കൂടിയായ JD വാൻസിൻ്റെ വരവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു ഇന്ത്യക്കാരിയാണ് ഉഷ.
സ്വാഭാവികമായും അങ്ങനെ ഒരു ഇന്ത്യക്കാരിയുടെ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ ഉണ്ടായപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങൾ ഉഷയെയും നല്ല രീതിയിൽ അവരുടെ തലക്കെട്ടാക്കുകയും വലിയ വാർത്താ പ്രാധാന്യം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഏതായാലും ഡെമോക്രാറ്റുകളുടെ ചേരിയിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. നേരത്തെ തന്നെ ട്രംപ് ഈ ഡിബേറ്റിൽ മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ഘട്ടത്തിൽ പലരും ബൈഡനോട് പിൻവാങ്ങണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിൽ പ്രത്യേകിച്ച് ഈ ഹൗസിൻ്റെ സ്പീക്കറായിരുന്ന നാൻസി പെലോസിയും അതുപോലെ മുൻ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബരാക് ഒബാമയും ഒക്കെ ഈ ട്രംപിനോടുള്ള ഈ ഡിബേറ്റിൽ ബൈഡന് വേണ്ടത്ര ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ബൈഡനോട് പിന്മാറണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഏതായാലും ബൈഡന് ഇനി പുതിയ അമേരിക്കൻ പ്രസിഡൻറ്റിന് വേണ്ടിയുള്ള ചരടുവലികൾ നടത്താനുള്ളൊരു സമയമാണ്. സ്വാഭാവികമായും ബൈഡൻ, ഒബാമ, അതുപോലെ നാൻസി പെലോസി, അതുപോലെ ചക്ക് ഷമേഴ്സ്, ഹക്കിം ജെഫ്രസ്, പിന്നെ അതുപോലെ ക്ലിൻ്റൺ കുടുംബങ്ങൾ, ഇവരൊക്കെ ഇനി ഡെമോക്രാറ്റുകൾക്ക് വേണ്ടി പല ഘട്ടങ്ങളിൽ രംഗത്തിറങ്ങും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും റിപ്പബ്ലിക്കൻ ചേരി ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പാതയിൽ കുറച്ചു ദൂരം അവർ ശക്തമായി മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന സൂചനകൾ കൂടിയാണ് വരുന്നത്. അപ്പോൾ വീണ്ടും ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടേക്കുമോ എന്ന തരത്തിൽ ഒക്കെ ആളുകൾ കാര്യങ്ങളെ നോക്കിക്കാണാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഈ ഒരു ഭാഗത്ത് ഉഷ എന്ന നമ്മുടെ JD വാൻസിന്, ഉഷ വാൻസ് അവിടെ പ്രചരണ രംഗത്ത് വലിയ ശ്രദ്ധ പിടിച്ചു പറ്റുമ്പോൾ മറുവശത്ത് ഇന്ത്യൻ വംശജ കൂടിയായ കമല ഹാരിസും അവിടെ ശക്തമായി വരുന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൻ്റെ വാർത്തയുടെ പ്രാധാന്യം 10 മടങ്ങ് ആക്കുകയാണ്. ഒരുപക്ഷെ കമല ഹാരിസ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കില്ല, ചിലപ്പോൾ അവർ സ്ഥാനാർത്ഥിയായി വന്നേക്കാം. അങ്ങനെ അതിലൊക്കെ ഒരു തീരുമാനമാകാൻ ഇനിയും സമയം ഉണ്ട്. അത് ഡെമോക്രാറ്റുകൾ അതിലൊരു വ്യക്തമായ തീരുമാനം എടുക്കേണ്ട സമയം ഇനിയും ഉണ്ട്. പക്ഷേ സ്വാഭാവികമായും ഇതുകൊണ്ട് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വളരെയധികം ശ്രദ്ധയാകർഷിക്കുന്നു. കമല ഹാരിസ് അമേരിക്കയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ, ഡെമോക്രാറ്റുകളുടെ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ അതൊരു ചരിത്ര നിമിഷം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഇന്ത്യയെ സംബന്ധിച്ച് മാത്രമല്ല അമേരിക്കയെ സംബന്ധിച്ചും ഒരു ചരിത്ര നിമിഷമായിരിക്കും. വ്യത്യസ്ത തരം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ കുടിയേറിപ്പാർത്ത ഒരു പ്രദേശം എന്ന നിലയിൽ അമേരിക്ക ഒരു കൂട്ടായ്മയായി തന്നെയാണ് എപ്പോഴും അവരെ എടുത്തു പറയാറുള്ളത്. അവിടെ ജനിച്ചവർ മാത്രമല്ല, പല രാജ്യങ്ങളിൽ നിന്ന് അങ്ങോട്ടേക്ക് കുടിയേറി വന്നവർ ഒരു മനസ്സായി ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അമേരിക്ക എന്ന് അവിടുത്തെ നേതാക്കൾ എപ്പോഴും അവരെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു വിശാല അർത്ഥത്തിൽ ഇന്ത്യയിൽ വേരുകളുള്ള, തമിഴ്നാടിനെ സ്നേഹിക്കുന്ന കമല അവിടെ ഒരു സുപ്രധാന റോളിലേക്ക് വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായ വാർത്തയായിരിക്കും. പ്രത്യേകിച്ച് ഇവർ ഈ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഘട്ടത്തിൽ ഇന്ത്യയിൽ വലിയ ആഘോഷങ്ങളൊക്കെ നടന്നിരുന്നു. തിരുവാവൂരിൽ തമിഴ്നാട്ടിലെ ആ നാട്ടിൽ അവിടെ മധുരപലഹാരങ്ങളുടെ വിതരണവും അതുപോലെ പടക്കം പൊട്ടിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇവരുടെ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ കമല ഹാരിസിൻ്റെ കുടുംബാംഗം ബാലചന്ദ്രൻ എന്ന അവരുടെ അമ്മാവൻ IDSAയിൽ ഒരു ഗവേഷകനായിരുന്നു. അതുപോലെ അവരുടെ മുത്തച്ഛനും ഒക്കെ ഇന്ത്യയുമായി ഒക്കെ വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുന്നതിനോടൊപ്പം തന്നെ ഈ സാംബിയൻ പ്രസിഡൻറ്റിൻ്റെ ഉപദേഷ്ടാവായി ഒക്കെ പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇന്ത്യക്ക് ഇതൊരു ചരിത്ര നിമിഷത്തിലേക്ക് കൂടി പോവുകയാണ്. അപ്പോൾ ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇന്ത്യൻ പ്രാതിനിധ്യം പല കോണുകളിൽ ശക്തിപ്പെടുന്നു എന്നതിൻ്റെ കൂടി സൂചനയായി വേണം അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ ഇനി കാണാൻ എന്നതാണ് ഇവിടെ സുപ്രധാനം.